വൈകുന്നേരം ചായയുടെ കൂടെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ചെറുപഴമാണ്. നല്ല പഴുത്ത പഴം നോക്കി എടുത്തോളൂ. 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. ആദ്യം ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ അളവിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എനിക്കിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി മുഴുവനായിട്ടും തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഒഴുകുന്ന കൂട്ടല്ല വേണ്ടത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു രുചി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത നെയ്യ് മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ നെയ്യിലായിരുന്നു ഞാനത് മൂപ്പിച്ചെടുത്തിരുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറും പഴവും ഗോതമ്പ് പൊടി ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. ഒരല്പം സ്പോഞ്ചിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടൊരല്പം കട്ടിയായിട്ട് തോന്നിയതുകൊണ്ടാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ കൂട്ടിതാ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒഴുകുന്ന കൂട്ടല്ല വേണ്ടത്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. കൂട്ടിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒരല്പം വെള്ളമാക്കി കൊടുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. കൈ ഇടക്കിടക്ക് ഇതുപോലെ വെള്ളത്തിൽ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കി വെച്ചോളൂ. പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറി വരും. അതുകൊണ്ട് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ മാത്രമേ മാറുള്ളൂ. ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഇപ്പോൾ നോക്കൂ, നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, കുറച്ച് ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് നല്ല പോലെ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ചായയൊക്കെ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുക. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഉള്ളോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.